ദേ നോക്ക്, ഓണറോട് ഇത് ചെയ്തത് നീയാന്ന് ഞാൻ പറയും. അല്ലെങ്കിൽ തന്നെ ഓണർ ഫോൺ ചെയ്താ നിന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. എന്നിട്ടും നീ എന്താ ചെയ്തു വെച്ചിരിക്കുന്നത് നോക്ക്. ഇന്ന് നിന്റെ ചീട്ട് കീറാൻ പോവാടി. നിന്റെ ശ്രദ്ധക്കുറവ് കൊണ്ടല്ലേ ഇത്രയും ഡ്രസ് നാശമായി പോയത്. ഹലോ, ഇത്ര ഓവറായിട്ട് സംസാരിക്കുന്ന എന്തിനാ? അവളെ സമാധാനായിട്ട് ഇരിക്കാൻ അനുവദിക്കില്ലേ? എപ്പോഴും എന്തിനാ ഇങ്ങനെ ഉപദ്രവിക്കുന്നേ? ഇത്രയ്ക്ക് വൈരാഗ്യം എന്തിനാ അവളോട്? ഇവള് നിങ്ങളുടെ കുടുംബത്തിലുള്ളതല്ലേ? ഒരല്പം കരുണ കാണിച്ചൂടെ അവളോട്? അവള് മറുത്തൊന്നും പറയുന്നില്ല എന്ന് കരുതി വീണ്ടും വീണ്ടും ഇങ്ങനെ ഉപദ്രവിച്ചോണ്ടിരിക്കാ? ദേ നോക്ക്, അവക്ക് വേണ്ടി നീ വക്കാലത്തും പറഞ്ഞോണ്ട് വരണ്ട. നീ എന്താ ചക്കിക്കൊക്കെ ചങ്കരന? നീനെ കിട്ടും മര്യാദയ്ക്ക് മാറി നിൽക്കും. മാഡം, എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിന് മാഡം ടെൻഷനാവുന്നത്? ഈ കാര്യം ഓണറോട് പോയി പറഞ്ഞാ പോരെ, അവര് ഡീൽ ചെയ്തോട്ടേന്നേ. വാ. ആ വിജി, നീ ടെൻഷൻ ആവാതെ. ഇവര് രണ്ടും കൂടെ ചേർന്ന് എന്തോ ഒരു ചതി ചെയ്തിട്ടുണ്ട്. ഓണർ വരട്ടെ, ഞാൻ നിനക്ക് വേണ്ടി സംസാരിക്കാം. ഇല്ല, വേണ്ട യമുനെ. എനിക്ക് വേണ്ടി നീ സംസാരിക്കാൻ പോയിട്ട് അവസാനം നിനക്കും വഴക്ക് കേൾക്കും. നീ പോ, ഞാൻ നോക്കിക്കോളാം. ചെല്ല്. അമ്മേ, ഇതെന്താ അമ്മേ? ഇത്രയും വലിയൊരു വീടോ? ഇതൊരു കൊട്ടാരം പോലെ ഉണ്ടല്ലോ അമ്മേ. അടിപൊളിയായിട്ടുണ്ടല്ലേ? അത് ഇത്രയും നല്ല സ്ഥലത്ത് ബീച്ചിനടുത്തായിട്ട്. ആ കവിൻമോന്റെ ഫാമിലി എന്ന് പറയുന്നത് നല്ല കാശുള്ള കൂട്ടരാണെന്നാ തോന്നുന്നത്. അതൊക്കെ ആ പയ്യനെ കാണുമ്പോ അറിയാനും ഉണ്ട്. സത്യമായിട്ട് ഈ വീട്ടിൽ മരുമകളായിട്ട് വന്നവള് ഉറപ്പായും നല്ല ഭാഗ്യമുള്ളവളായിരിക്കും. ഈ വീട്ടിലെ മരുമകള് നിന്റെ ചേച്ചി വിജയാടാ. എടാ, അങ്ങോട്ട് നോക്ക്. എവിടെ? എല്ലാരും കൂടി ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. ശരിയാ, വാ. നില, അമ്മേ വാ അമ്മേ. സർ. മോളെ. അമ്മേ, ഇതാണ് നിലയുടെ മുത്തശ്ശി. നമസ്കാരം. നമസ്കാരം. ഇദ്ദേഹം നിലയുടെ അമ്മാവനാ. നമസ്കാരം. ഓ, ഇതാണ് വിജയുടെ അമ്മായിയമ്മ. അമ്മ ഇരിക്ക്. ഇല്ല, സാരമില്ല. എന്താ കഴിക്കാൻ എടുക്കണ്ടേ? ഒന്നും വേണ്ടെന്നേ, സമയായി. മോളെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി വന്നതാ. സത്യം പറയുകയാണെങ്കിൽ നിലയെ നിങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചയക്കാൻ വേണ്ടി എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല. അവൾ ഇവിടെ തന്നെ നിന്നിരുന്നെങ്കിൽ എനിക്ക് ഒരുപാട് സന്തോഷായേനെ. നില നിങ്ങളുടെ വീട്ടിലെ മോള് തന്നെയല്ലേ? അമ്മേ, ഇന്ന് നില ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവളുടെ ഹാപ്പിനെസ് കണ്ടപ്പോ എനിക്കും വളരെ സന്തോഷം തോന്നി. അവക്ക് ഈ വീട്, അറ്റ്മോസ്ഫിയർ എല്ലാം ഒരുപാട് ഇഷ്ടമായി. അല്ലേ നില? ഞാൻ പറയുന്നത് കറക്റ്റ് അല്ലേ? അതെ അതെ, ഞാൻ ഒത്തിരി എൻജോയ് ചെയ്തു. അതുമാത്രമല്ല, എന്റെ മോൻ വിക്രമിന്റെ ചില പഴയ സ്റ്റൈലൊക്കെ നിലാക്കുട്ടിക്കും ഉണ്ട്. അത് കണ്ട് ഞങ്ങള് ഷോക്കായി പോയി, അല്ലേ? നിങ്ങളുടെ മോള് പേരക്കുട്ടിയെ നല്ല സൂപ്പറായിട്ടാ വളർത്തിയിരിക്കുന്നത്. പഠിപ്പിലാണെങ്കിലും സ്വഭാവത്തിലാണെങ്കിലും ബഹുമാനം കൊടുക്കുന്ന കാര്യത്തിലും ഇടപഴകുന്ന രീതിയിലും നല്ല തങ്കപ്പെട്ട സ്വഭാവ മോളുടെ. ഇവള് തീർച്ചയായിട്ടും വലിയ ആളാവും. എല്ലാവരും ചേർന്ന് തന്നെ ഒരു കോമാളിയാക്കിയിരിക്കുക. എല്ലാവർക്കും ഞാൻ വെച്ചിട്ടുണ്ട്. അല്ല, നിങ്ങളുടെ മോള് എവിടെയാ ജോലി ചെയ്യുന്നത്? അവള് പിന്നെ ഒരു അത് പിന്നെ എന്റെ ചേച്ചി IT ഓഫീസിലെ ജോലി ചെയ്യുന്നത്.
ഓഫീസിലാന്ന് കള്ളം പറഞ്ഞത് അതെന്തിനായിരിക്കും? എന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങിക്കോട്ടെ. എന്റെ മോള് ജോലി കഴിഞ്ഞ് വന്നാ നില എവിടെയെന്ന് ചോദിക്കും. സമയം വൈകി. ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങുവാ. ആ ശരി, എന്നാ പിന്നെ പോയിട്ട് വാ. സൂക്ഷിച്ചു പോണേ. ശരി. അല്ല, ഇത്ര ദൂരം വന്നിട്ട് ഒന്നും കഴിക്കാതെ പോയാ എനിക്കത് വല്ലാത്ത വിഷമാവും. ഇനി ഇടയ്ക്കിടയ്ക്ക് വരേണ്ടതല്ലേ, അന്നേരം കഴിക്കാം. ശരി ശരി. എന്തിനമ്മേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരുന്നത്? ഒന്നും മിണ്ടാതിരിക്കണം. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. നില പോവാം മോളെ. ബാ. നില, ഞാൻ നിനക്ക് തന്ന ഗിഫ്റ്റ് ബോക്സ് എവിടെ? അത് അവിടെ തന്നെ ഇരിപ്പുണ്ട്. അത് ശരി. ഗോവിന്ദ, ആ ഗിഫ്റ്റ് എടുത്തിട്ട് വാ. ഓക്കെ ആ ടേബിളിന്റെ പുറത്തുണ്ട്. ആ ഇല്ല. ഹേയ്. ഇതാ മാഡം. ഇതാ. ദാ. താങ്ക്സ് പറ. താങ്ക് യു. ശരി. നമുക്ക് പോവാം മുത്തശ്ശി. നില ഒരു മിനിറ്റ്. You are so cute. Bye. ബൈ. ബൈ. ബൈ കവിൻ. കവിൻ ബൈ. വരട്ടെ. ശരി ശരി ശരി. ദാ, അവളോടൊരു ബായെങ്കിലും പറയാറുന്നില്ലേ? ആ പറയാം. നീ എന്തൊക്കെയാ ചെയ്തു വെച്ചിരിക്കുന്നത്? 1,00,000 രൂപയുടെ സാധനം നീ നശിപ്പിച്ചു കളഞ്ഞ. ഇതാണോ നീ നന്നായിട്ട് ജോലി ചെയ്യാന്ന് പറഞ്ഞേ? നീ നന്നായിട്ട് ജോലി ചെയ്യും, നിന്നെ കൊണ്ട് ഒരു കുഴപ്പം ഉണ്ടാവില്ല എന്ന് നിന്റെ പഴയ മുതലാളി പിടിച്ചു പറഞ്ഞോണ്ടാ ഞാൻ നിന്നെ ജോലിക്ക് വെച്ചേ. പക്ഷെ നീ വേണ്ട പോലെ ജോലി ചെയ്യാതെ നിനക്ക് തോന്നിയതുപോലെ ഇവിടെ കാണിച്ചു കൂട്ടുന്നേ. സാർ, ഇല്ല സാർ. ഈ ബോക്സ് ഞാൻ കൊണ്ടുപോയി വെക്കുമ്പോ ഇതിൽ കറി ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇതിൽ എങ്ങനെയാ മഷി വേണമെന്ന് എനിക്ക് അറിയില്ല സാർ. ശ്രദ്ധ മുഴുവൻ ജോലിയിലായിരിക്കണം. തുണിക്കടയിൽ ജോലി ചെയ്യുന്നവര് തുണി എടുക്കുമ്പോഴും വെക്കുമ്പോഴും ശ്രദ്ധിക്കണം. എന്നാ നിന്റെ ചിന്ത ഇവിടെയെങ്ങും അല്ലല്ലോ. ഈ തുണിയിൽ ചെറുതായിട്ടൊരു അഴുക്ക് പറ്റിയ കസ്റ്റമർ പിന്നെ വാങ്ങിക്കില്ല എന്നറിയില്ലേ നിനക്ക്? എന്നിട്ടാണ് ഇങ്ങനെ കാണിച്ചു വെച്ചിരിക്കുന്നത്? ഇതിൽ എങ്ങനെയാ മഷി വേണമെന്ന് എനിക്ക് അറിയില്ല സാർ. നീ അറിയാതെ പിന്നെ എങ്ങനെ സംഭവിക്കുന്നേ? നിന്നെ കുറിച്ചാണെങ്കിൽ കംപ്ലൈന്റ് കൂടി വരും. ഇപ്പോഴാണെങ്കിൽ ശരിക്കും ജോലിയും ചെയ്യുന്നില്ല. സാർ, അങ്ങനെയൊന്നും ഇല്ല സാർ. ഞാൻ കറക്റ്റ് ആയിട്ടാ